എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ മഹാരാജാസ് കോളേജ് എറണാകുളം ഗവൺമെൻറ് ഓട്ടോണോമസ് കോളേജിലേക്കുള്ള ബിരുദ തല പ്രോഗ്രാമുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ 2024 വർഷത്തെ 4 ഇയർ UG പ്രോഗ്രാമുകളിലേക്കാണ് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അപേക്ഷ നൽകുന്നതിനായിട്ട് ഈ ഒരു ഓട്ടോണോമസ് കോളേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ആകെ കേരളത്തിലുള്ള ഒരു ഓട്ടോണോമസ് കോളേജാണ് മഹാരാജാസ് കോളേജ് എറണാകുളം. അപ്പോൾ ഈ ഒരു ഓട്ടോണോമസ് മീൻസ് സ്വയംഭരണാധികാരം ഉള്ള കോളേജാണ്. അതായത് സ്വന്തമായിട്ട് കരിക്കുലവും അതുപോലെ തന്നെ ഈ ഒരു സ്വന്തമായിട്ട് സിലബസും അതുപോലെ തന്നെ എക്സാമൊക്കെ സ്വന്തമായിട്ട് തന്നെയാണ് നടത്തുക. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിൻ്റെ വാല്യുവേഷനൊക്കെ ആ ഒരു കോളേജിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത്. അത് ഈ ഒരു രീതിയിൽ അത് സ്വയംഭരണാധികാരം, അതായത് ഡേ ടു ഡേ വർക്ക്സ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ തീരുമാനിക്കാനുള്ള അധികാരമുള്ള ഒരു കോളേജാണ് ഈ ഒരു ഓട്ടോണോമസ് കോളേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അതായത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഈ ഒരു കോളേജ് വരിക. അതായത് പക്ഷെങ്കിൽ സ്വയംഭരണാധികാരം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, അതായത് ഈ ഒരു കോളേജ് ഏത് യൂണിവേഴ്സിറ്റി കീഴിലാണ് വരുന്നത് ആ ഒരു യൂണിവേഴ്സിറ്റി തരുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അത് ആ ഒരു വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റ്, അതായത് maharajas.ac.in എന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ന്യൂസ് എന്നുള്ള ഭാഗത്ത് ഈ ഒരു അഡ്മിഷൻ പോർട്ടൽ 2024 ഈസ് ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് അതായത് ഇതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ പോർട്ടൽ 2024 ഈസ് ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ടു വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയത് കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് അടുത്ത ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ തന്നെ ഇവിടെ അതായത് ഈ ഒരു 4 ഇയർ കോഴ്സിനെ കുറിച്ചുള്ള ഏകദേശം ചെറിയൊരു ഡീറ്റെയിൽസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് വീഡിയോ രൂപത്തിൽ നൽകിയിട്ടുണ്ട്. അതായത് 4 വർഷത്തെ ഈ ഒരു 4 ഇയർ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം മാത്രം PGക്ക് വേണ്ടി പഠിച്ചാൽ മതി. അതുപോലെ 4 വർഷത്തെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhDയിലേക്ക് നേരിട്ട് പ്രവേശനം കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് തന്നെ രൂപകൽപ്പന ചെയ്യാം. അതായത് ആദ്യത്തെ 2 സെമസ്റ്ററിന് ശേഷം നിങ്ങൾക്ക് മെയിൻ പ്രോഗ്രാം ഏതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാം. അതായത് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ബെനിഫിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കാൻ സാധിക്കും. അതായത് ഈ ഒരു 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അതൊരു 3 ഇയർ ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ആ ഒരു 3 ഇയർ ഡിഗ്രി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു 4 വർഷത്തിന് പകരം നിങ്ങൾക്ക് 3 വർഷത്തിന് ശേഷം ആവശ്യമെങ്കിൽ ഈ ഒരു 3 ഇയർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഈ ഒരു 4 വർഷത്തെ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം മാത്രമേ PGക്ക് വേണ്ടി പഠിക്കേണ്ടതുള്ളൂ. അതേസമയം 3 വർഷം ചെയ്ത് അതിനുശേഷം പിന്നീട് നിങ്ങൾ ആ ഒരു അതായത് ഡിഗ്രി ആ ഒരു 3 ഇയർ ഡിഗ്രി മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 2 വർഷം PG ചെയ്യണമെങ്കിൽ 2 വർഷം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇവിടെ പ്രോസ്പെക്ടസ് ഡീറ്റെയിൽസും അതുപോലെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ടു വ്യൂ UG പ്രോസ്പെക്ടസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ ഈ ഒരു കോഴ്സിനെ കുറിച്ചും റാങ്ക് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നു, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത്, അതുപോലെ ബോണസ് പോയിന്റ്, അതുപോലെ തന്നെ നെഗറ്റീവ് പോയിന്റ് എന്നിങ്ങനെയുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ NSS NCC ഇതുപോലുള്ളവയ്ക്കൊക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 15 മാർക്കോളമാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ അക്കാദമിക് എലിജിബിലിറ്റി ഓരോ കോഴ്സുകൾ ഏതൊക്കെയുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അക്കാദമിക യോഗ്യത എന്താണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. റിസർവേഷൻ കോട്ടയിലേക്ക് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് റിസർവേഷൻ ഉള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതുപോലെ ഇവിടെ റിസർവേഷൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ കോട്ടയിൽ അതായത് സ്റ്റേറ്റ് മെറിറ്റ്, അതായത് സാധാ ഒരു കോട്ടയിൽ, അതായത് സാധാ കമ്മ്യൂണിറ്റി കോട്ടയുണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ കോട്ടയുണ്ട്. അപ്പോൾ ഇതിൽ 50% സീറ്റ് ഓപ്പൺ കോട്ടയും ബാക്കി 50% സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ള ആ ഒരു അതായത് റിസർവ് ചെയ്ത ആ ഒരു കമ്മ്യൂണിറ്റികൾക്കുള്ളതാണ്. അപ്പോൾ അതായത് ആ റിസർവ് ചെയ്ത കാറ്റഗറിയിലുള്ള സീറ്റുകളാണ്. അതുപോലെ EWS കാറ്റഗറിക്കും റിസർവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡിസബിലിറ്റീസ് ഉള്ള, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള വിദ്യാർത്ഥികൾക്കും അതുമായി ബന്ധപ്പെട്ടുള്ള റിസർവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപുള്ളവർക്ക് റിസർവേഷൻ ഉണ്ട്. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന് റിസർവേഷൻ ഉണ്ട്. അതുപോലെ കുറേ റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ അപേക്ഷ നൽകണം, എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു അപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഫീസായിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 50 രൂപയാണ് ഫീസായിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ അപേക്ഷ ഓൺലൈനായിട്ട് അപേക്ഷ നൽകുന്ന സമയത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് തന്നെ നൽകുക, തെറ്റിപ്പോവരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും റാങ്ക് ലിസ്റ്റും ഒക്കെ എങ്ങനെ തയ്യാറാക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസ് CBSE ICSE ഒക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ആ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ ബോണസ് പോയിന്റ് എത്ര ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് എത്ര
ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. NCCയിലുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് 75% അറ്റൻഡൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് എത്ര ബോണസ് പോയിന്റ് ചേർക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അത് 15 മാർക്കാണ് ബോണസ് പോയിന്റ് നൽകിയിട്ടുള്ളത്. അതുപോലെ NCCയിൽ B സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് നിങ്ങൾക്ക് ഇതിനോടൊപ്പം എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് 5 മാർക്ക് കൂടി ബോണസ് പോയിന്റ് ഉണ്ട്. അതായത് ടോട്ടൽ 20 മാർക്ക് ആ ഒരു NCC B സർട്ടിഫിക്കറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ വിഭാഗത്തിലാണ് ഈ ഒരു ഗ്രേസ് മാർക്കല്ല അതായത് ബോണസ് മാർക്കും അതുപോലെ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ +2 പാസ്സാവാനായിട്ട് ലേറ്റ് ആകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു തവണ അതായത് ആദ്യമായിട്ട് ഈ ഒരു +2 പരീക്ഷ ജയിച്ച ഒരു വിദ്യാർത്ഥിക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. 2 തവണ ഈ ഒരു ജയിക്കാനായിട്ട് അതായത് ചാൻസ് നമ്പർ 2 എന്നുള്ളവർക്ക് ഈ ഒരു 5 മാർക്ക് നെഗറ്റീവ് ഉണ്ട്. അതുപോലെ 3 ചാൻസ് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് നെഗറ്റീവ് ഉണ്ട്. 4 ചാൻസ് ഉപയോഗിച്ചാൽ 15 മാർക്കാണ് നെഗറ്റീവ് ആയിട്ടുള്ളത്. 5 ആൻഡ് എബവ് ആണെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്കാണ് ഈ ഒരു നെഗറ്റീവ് മാർക്കായിട്ട് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമുക്ക് ഈ ഒരു BA ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു BA ഇംഗ്ലീഷിൻ്റെ അത് ഹോണേഴ്സാണ്, 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത് ടോട്ടൽ മാർക്ക് അതായത് ടോട്ടൽ ക്വാളിഫയിങ് മാർക്ക് എക്സാമിനേഷൻ്റെ മാർക്ക് പ്ലസ് അതുപോലെ തന്നെ ട്വൈസ് ദ മാർക്ക് ഇൻ ദ പാർട്ട് 1 ഇംഗ്ലീഷ് ഇൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഇതിനോടൊപ്പം ഇംഗ്ലീഷിൻ്റെ ആ ഒരു മാർക്ക് അതുപോലെ തന്നെ വെയിറ്റേജ് അതായത് ഈ ഒരു 50 മാർക്ക് ഇഫ് ഇംഗ്ലീഷ് ഈസ് വൺ ഓഫ് ദ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ബോണസ് മാർക്ക് നെഗറ്റീവ് മാർക്ക് എന്നിങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൂട്ടി അതുപോലെ കുറച്ച ശേഷമൊക്കെയാണ് ഈ ഒരു ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുന്നത്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോ കോഴ്സിനും എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ്, അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെയാണ്, അഡ്മിഷൻ എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും ഈ ഒരു കാര്യം അതായത് ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എങ്ങനെ നേടണം എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബോണസ് പോയിൻ്റൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ കോഴ്സിൻ്റെ ഫീസ് ഡീറ്റെയിൽസും ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ വ്യൂ നോട്ടിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഇതിൽ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപേക്ഷ അതായത് നിങ്ങൾക്ക് ഏത് ഡേറ്റ് വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക എന്നുള്ള ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ HTTPS എന്ന് പറഞ്ഞുകൊണ്ട് ഈ maharajas.online.kerala.gov.in എന്നൊരു ലിങ്ക് കൊടുത്തത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ഫീസ് സ്ട്രക്ചർ അറിയുന്നതിനായിട്ട് ഇവിടെ ആ ഒരു ഫീസ് സ്ട്രക്ചർ എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതായത് ആ ഒരു മെനു ബാറിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഓരോ കോഴ്സിനും എത്ര ഫീസാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇവിടെ അണ്ടർ ഗ്രാജുവേഷൻ ഫീസ് സ്ട്രക്ചർ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഫീസ് സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ഫീസായിട്ട് വരിക. അതായത് ഓരോ കോഴ്സിനും നിശ്ചിതമായിട്ട് ഫീസ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീസ് നോക്കുന്ന സമയത്ത് വളരെയധികം അതായത് സെൽഫ് ഫിനാൻസിലെ ആ ഒരു ഫീസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റ് ലഭിക്കുന്ന സമയത്ത് ആ ഒരു ഫീസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. സാധാരണ രീതിയിൽ തന്നെ ഈ ഒരു സെൽഫ് ഫിനാൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീസ് കൂടുതലായിട്ട് വരാം. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഈ ഒരു ഫീസ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് ഹൗ ടു അപ്ലൈ എന്നുള്ളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അതായത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. ഫോട്ടോ എങ്ങനെ വേണം, അതുപോലെ OTP, ഫോൺ നമ്പർ അതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ ഇതിൽ എന്താണ് ബോണസ് പോയിൻ്റ് എങ്ങനെ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ബോണസ് പോയിൻ്റ് ഒക്കെ കിട്ടുമെന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകിയ ശേഷം പ്രിൻ്റ് ഔട്ട് അതായത് മഹാരാജാസ് കോളേജിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. കാരണം അഡ്മിഷൻ ടൈമിൽ മാത്രമാണ് അത് നൽകേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഫീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ 100 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് UG ആപ്ലിക്കേഷനായിട്ട് ഫീസ് വരിക. അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിലുള്ളവർക്ക് ഈ ഒരു ഫീസ് വരുന്നത് 50 രൂപ മാത്രമാണ്. അതായത് 50% മാത്രമാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് അതായത് അടുത്തതായിട്ട് ഇതിൻ്റെ ഹോം പേജിലാണ് ഈ ഒരു അപേക്ഷ അതായത് നൽകേണ്ടതുമായിട്ടുള്ള ലിങ്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ
ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് വായിച്ച ശേഷം മാത്രം അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്കുള്ള ബോണസ് പോയിന്റ്, റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊക്കെ ആദ്യം തയ്യാറാക്കി വെച്ച ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു അപേക്ഷ അതായത് നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ റിസർവേഷൻ ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ അത് റിലീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ റിസർവേഷൻ കാറ്റഗറി വരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങളൊക്കെ വായിച്ച ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഈ ഒരു അപേക്ഷ നൽകണം എന്നുള്ളത് വെച്ച് നേരിട്ട് പോയിട്ട് അങ്ങ് അപേക്ഷ കൊടുക്കരുത്. കാരണം പല വിദ്യാർത്ഥികൾക്കും ആ ഒരു രീതിയിലാണ് തെറ്റുകളൊക്കെ പറ്റാറുള്ളത്. കാരണം ചിലപ്പോൾ റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് വിട്ടുപോകാറുണ്ട്. അപ്പോൾ ഈ ഒരു അപേക്ഷയൊക്കെ സബ്മിറ്റ് ചെയ്ത ശേഷമായിരിക്കും പിന്നീട് ഈ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അതായത് ബോണസ് കിട്ടാനുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ്സൊക്കെ കയ്യിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷം, അതായത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റൊക്കെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.